ഹായ്. ഉപേക്ഷിക്കൽ സന്തോഷകരമായ ഒരു ജീവിതത്തിന്റെ താക്കോൽ. ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് സന്തോഷവും സമാധാനവും അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ആകെ ക്ഷേമത്തിനൊക്കെ ഈ വിട്ടുകൊടുക്കൽ അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ വീഡിയോയിൽ വിട്ടുകൊടുക്കലിന്റെ പ്രാധാന്യവും അത് എങ്ങനെയാണ് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതുമാണ് പറയുന്നത്. ഈ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു 98 കാലഘട്ടത്തിൽ എനിക്ക് PSC കിട്ടി 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ ഫിസിക്സും കെമിസ്ട്രിയാണ് 9ലും 10ലും പഠിപ്പിച്ചിരുന്നത്. ഈ ക്വാർട്ടർലിക്കും ഹാഫ് ഇയർലിക്കും ഒക്കെ പരീക്ഷ കഴിഞ്ഞാൽ സ്കൂൾ തുറക്കണം അന്ന് തന്നെ പേപ്പർ വാല്യൂ ചെയ്ത് കൊടുക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ തുറന്ന ദിവസം ഞാൻ പേപ്പറൊക്കെ വാല്യൂ ചെയ്ത പേപ്പർ കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അങ്ങനെ ഒരു കുട്ടി ആ കുട്ടിയുടെ പേപ്പറുമായിട്ട് വന്ന് ഇതിൽ 1-2 ചോദ്യങ്ങൾ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ആ കുട്ടിക്ക് 5 മാർക്ക്, ആദ്യം കിട്ടിയതിനേക്കാൾ 5 മാർക്ക് കൂടുതൽ കിട്ടി. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, ടീച്ചർ എന്താ കള്ളുടിച്ചിട്ടാണോ പേപ്പർ നോക്കണത്? അത് കേട്ടപ്പോൾ ആദ്യം സ്റ്റക്കായി. ഒരു വിദ്യാർത്ഥിക്ക് ടീച്ചറോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണോ ഇത് എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും പേപ്പർ കൊടുത്തിട്ടുണ്ട്. കുട്ടി മേശയുടെ അടുത്ത് വന്നിട്ടാണ് എന്നോട് ഈ ആൻസർ നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റക്കായി കുറച്ചു നേരം നിന്നു. പിന്നീട് ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണം. അപ്പം അതിന് വല്ലാത്ത വിഷമമൊക്കെ തോന്നി. സ്റ്റാഫ് റൂമിൽ പറഞ്ഞാലുള്ള ഗതി നമുക്കറിയാം. കുട്ടിയെ ചോദ്യം ചെയ്യലും കുട്ടിയുടെ രക്ഷിതാവിനോട് വരാൻ പറയലും ആകെ ലഹളയായിരിക്കും. ഞാൻ മാത്രം അറിഞ്ഞൊരു സംഭവം, അങ്ങനെ എന്തിനാ മറ്റുള്ളവരെ അറിയിക്കണേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ അതുകൊണ്ടൊരു കാര്യവുമില്ല, കുട്ടിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആരോടും സംസാരിച്ചില്ല. ഇതിനു മുമ്പ് 1-2 സ്ഥലത്ത് സ്റ്റേജിൽ പ്രസംഗിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ആ കാലഘട്ടത്തിലൊന്നും ഞാൻ സ്റ്റാഫ് റൂമിൽ ആരോടും ഒരു ടീച്ചേഴ്സിനോട് ഇത് പങ്കുവച്ചിട്ടില്ല. അപ്പം ഇവിടെ ഞാൻ ചെയ്തത് വിട്ടുകൊടുക്കലാണ് ചെയ്തത്. അതിന്മേ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നില്ല. വിട്ടുകൊടുക്കുക പറഞ്ഞാൽ മറക്കലോ അവഗണിക്കലോ അല്ല. ഇത് ആ സംഭവം ഞാൻ എപ്പോഴും മറന്നിട്ടില്ല, അവഗണിക്കണമില്ല. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളോട് അറ്റാച്ച് ചെയ്യുന്നില്ല, നമ്മളത് വിട്ടു. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യത്തെ നമ്മളിങ്ങനെ എതിർക്കാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അതിനെ എങ്ങനെയാണോ അങ്ങനെ തന്നെ സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കുകയാണ് ഞാൻ ചെയ്തത്. അതേപോലെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളെയും നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നമുക്ക് വിട്ടുകൊടുത്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ക്ഷേമവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും മുറുകെ പിടിച്ചിരിക്കുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് മുമ്പ് തോന്നിയിട്ടുള്ള പകയോ പിന്നെ മോശമായ വല്ല ബന്ധങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചെയ്തിട്ടുള്ള തെറ്റുകളോ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ച് ഇപ്പോഴും ഇരിക്കുകയാണോ എന്നുള്ളത് സ്വയം ഒന്ന് ചോദിക്കും. അതോടൊപ്പം തന്നെ ഇനി എനിക്ക് എന്തൊക്കെ വിട്ടുകൊടുക്കാനുണ്ട് എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിക്കും. ഈ വിട്ടുകൊടുക്കാതെ വേദന നമ്മൾ സഹിച്ചിരിക്കുന്നത് നമ്മൾ വിഷം കഴിച്ചിട്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാവണം എന്ന് ആലോചിക്കുന്നത് പോലെയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ആരോടെങ്കിലുള്ള ദേഷ്യമോ വിഷമോ പകയോ ബന്ധങ്ങളിലെ പ്രയാസങ്ങളോ ഒക്കെ നമ്മളിങ്ങനെ സ്ഥിരം ഏറ്റി നടന്നാൽ നമ്മുടെ പുറത്ത് ഒരു ഭാണ്ഡക്കെട്ട് ഏറ്റി നടന്നാലുള്ള ഗതി എന്തായിരിക്കും? അതേപോലെ ആയിരിക്കും. അത് നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാക്കും, നമ്മളെ രോഗികളാക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാൻ പഠിക്കാം. വിട്ടുകൊടുക്കാനുള്ള പ്രായോഗിക മാർഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്തൊക്കെയാണ് പിടിച്ചു വെച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് എനിക്ക് ഇനിയും വിട്ടുകൊടുക്കാനുള്ളതെന്ന് ആലോചിക്കുക, വിട്ടുകൊടുക്കുക. പിന്നെ വീണ്ടും ചിന്തിക്കുക, എന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നോട്ട് വലിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് എന്നെ പുറകോട്ട് വലിക്കുന്ന ശക്തികൾ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും
മുൻ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിട്ടുള്ള പരാജയങ്ങളോ നമ്മെ ആരെങ്കിലും അഭിമാനിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിന്നൊക്കെ നമ്മെ പുറകോട്ട് വലിക്കുന്നത്. അതൊക്കെ നമ്മൾ കണ്ടെത്തുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ബലൂൺ റിലീസ് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ബലൂൺ ഇങ്ങനെ വീർപ്പിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എയർ കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വേദനയും പകയും കുറ്റബോധവും ഒക്കെ നമ്മളെ ബലൂണിലേക്ക് ഈ എയറിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ഇത് ബലൂൺ വീർത്ത് കഴിഞ്ഞാൽ അത് നന്നായി കെട്ടിയിട്ട് വായുവിലൂടെ അങ്ങ് വിടുക. അതല്ലെങ്കിൽ ബലൂൺ നന്നായി വീർത്ത് കഴിഞ്ഞാൽ ഒരു മുട്ടുസൂചി കൊണ്ട് ഒരു കുത്തു കൊടുക്കുക. അപ്പോൾ വായു പുറത്തേക്ക് പോകുമ്പോൾ നമ്മളിലുള്ള പകയും വേദനയും ഒക്കെ നമ്മൾ ശേഖരിച്ച് വെച്ചതൊക്കെ ദൂരേക്ക് പോയതായിട്ട് സങ്കല്പിക്കുക. അതാണ് ബലൂൺ റിലീസ് ടെക്നിക്ക്. അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കുക. അതായത് ഇപ്പോൾ നടക്കുന്ന എന്താണോ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ജീവിക്കുക. മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യാനാണ്. നല്ല കാര്യങ്ങൾ മാത്രം വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ചോ വേദനയെക്കുറിച്ചോ ഒന്നും ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം അങ്ങനെയുള്ള ചിന്തക്ക് പകരം നമ്മൾ നല്ല കാര്യങ്ങൾ, നമുക്ക് നന്മ വരുന്നതായിട്ടും നമുക്ക് പുരോഗതി ഉണ്ടാവുന്നതായിട്ടും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ വിഷ്വലൈസ് ചെയ്യാം. നമ്മുടെ ബ്രെയിനിനാണെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്നതും നമുക്ക് യഥാർത്ഥത്തിലുള്ളതും തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവില്ല. അതുകൊണ്ട് നമ്മൾ എന്താണോ വിഷ്വലൈസ് ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ളതാണ് എന്ന് കരുതി അത് സാധ്യമാകാനുള്ള എല്ലാ പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ വരും. അങ്ങനെ അത് സാധ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിട്ടുകൊടുക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വ്യക്തിപരമായ വളർച്ചക്കൊക്കെ അത് കാരണമാവും. അതുകൊണ്ട് നമുക്ക് വിട്ടുകൊടുത്തൂടെ? നിങ്ങൾ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് വിട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഉപേക്ഷിക്കുന്നത്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത എന്ത് കാര്യമാണ് നിങ്ങൾ വിട്ടുകൊടുക്കുന്നത് എന്ന് കമൻറ്റിൽ ഒന്ന് എഴുതുക. നിങ്ങൾ സ്വതന്ത്രരാകാൻ അർഹതയുള്ളവരാണ്. നിങ്ങൾക്ക് സ്വതന്ത്രരായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. ആ രൂപത്തിൽ മുന്നോട്ട് പോവുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോൻ്റെ കമൻറ്റിൽ ശനിയാഴ്ച രാത്രി 7 മണിക്ക് ഞാനൊരു വെബിനാർ നടത്തുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള 30 ടെക്നിക്കുകളാണ് ആ വെബിനാറിൽ പറയുന്നത്. ആ വെബിനാറിൽ പങ്കെടുക്കാൻ കമൻറ്റിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.